ശശുവേ ഓ അമ്മൂമ്മ നമുക്കേ നാളെ പടവലം വരെ ഒന്ന് പോണം. എനിക്കൊന്നും വയ്ക്കും. അയ്യാന്നോ? പോവാ ആ പോയേക്കാം. പോണെങ്കി പോവാ. പോവല്ലോ. അവിടെ കുറച്ച് തേങ്ങ കിടപ്പുണ്ട്, അത് നമുക്ക് പൊതിച്ചിനി കൊണ്ടുവരാം. പിന്നെ അക്കൂട്ടത്തി കുറച്ച് ചക്കയും കൂടി ഇട്ടോണ്ട് പോരാ. എന്താ? തേങ്ങയും പൊതിക്കാൻ ചക്ക ഇടാ, ഒന്നും കുഴപ്പമില്ല. ആളെ എത്ര പേരുണ്ട്? തേങ്ങ പൊതിക്കാൻ ആളെ എത്ര പേരെ നിർത്തി? എത്ര പേരോ? തേങ്ങ പൊതിക്കാൻ ആളെന്തിനാ? നീ ഇല്ലേ? ഉമേഷിന് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ തേങ്ങ പൊതിക്കണോ? പിന്നെ നീ തേങ്ങ പൊതിച്ച ഒക്കത്തില്ല. ശരി ശരി, തേങ്ങയല്ലേ പൊതിക്കാം. പ്രശ്നം കഴിഞ്ഞു. ആ ഇല്ല, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഓട്ടോയും പരിപാടിയൊക്കെ ആയിട്ട്. ചേട്ടനാണ്, ഞാൻ പുള്ളിയെ വിളിക്കാം. ഓട്ടോ എന്തിനാ? പോണ്ടേ നമുക്ക്? ഓട്ടോയോ? എടാ പടവലം വരെ ഓട്ടോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനേ എങ്ങനെയൊക്കെ പോയാലും ഒരു 4000 രൂപ ആവൂല. പിന്നൊരു കാര്യം ചെയ്യാ, ഞാൻ ഈ തേങ്ങ ഉണ്ടല്ലോ ചാക്കണക്കിനുള്ളത് തലയെ വെച്ചോണ്ട് ഞാൻ വരാം. പടവലത്ത് ഇവിടെ നടന്നോണ്ട്. തലയെ വെച്ചോണ്ടൊന്നും വരണ്ട. ബസ്സിന് അങ്ങോട്ട് പോന്നു, ബസ്സിന് ഇങ്ങോട്ട് വരുന്നു. ബസ്സിൽ നിന്ന് ഇറങ്ങി ഓട്ടോ ഒന്നും വിളിക്കാൻ നിൽക്കണ്ട. കിഷോണം ചുമന്നോടെങ്കിൽ വന്നോളൂ. അതേന്നേ, ചുമന്നോണ്ട് വരാനുള്ളതേ ഉള്ളൂ, ഓട്ടോ വിളിക്കാനുള്ളതൊന്നും ഇല്ല. ഞാൻ ചുമട്ട് തൊഴിലാളി ഒന്നും അല്ല, തല വെച്ചോണ്ട് വരേ. എനിക്ക് അതിനുള്ള ആരോഗ്യമില്ല, അതുകൊണ്ടാണ്. എന്തോന്ന്? അച്ഛനും അമ്മയെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർ അനുവാദം തന്നിട്ടുണ്ട്. ഇനി അമ്മൂമ്മയായിട്ട് എതിർപ്പൊന്നും പറയരുത്. അച്ഛനും അമ്മയും സമ്മതിച്ചാ? അപ്പൊ ചെക്കൻ മലയാളിയാണോ തമിഴാളിയാണോ? അല്ലടി തൊഴിലാളി. ഏത് ചെക്കൻ? കല്യാണത്തിന് സമ്മതിച്ച കാര്യമില്ലേ പറഞ്ഞേ? നല്ല ബോറ് ചളി. ഇവിടെ കുഴിച്ചിടാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. നമ്മൾ ആദ്യം വിചാരിച്ചതൊന്നും നടക്കില്ലാന്നായിരുന്നു. ഒന്നൊന്നൊരാഴ്ചത്തെ പ്ലാനിങ് ആയിരുന്നേ. അവസാനം നോക്കുമ്പോഴത്തേക്ക് എന്താ, ഉള്ളവരെ കൊണ്ട് പോവാന്ന് വിചാരിച്ച ഇറങ്ങാൻ പോവാണ്. അത്രേ ഉള്ളൂ. എവിടെ പോന്ന കാര്യമായി പറയുന്നേ? വയനാട്. വയനാടോ? 3 days ട്രിപ്പ്. എന്റെ ഫ്രണ്ടിന്റെ മാമന്റെ റിസോർട്ട് ഉണ്ട് അവിടെ. 3 ദിവസം അവിടെ സ്റ്റേ ഫുള്ള് ഫ്രീ. ഫുഡിന് മാത്രം പൈസ കൊടുത്താൽ മതി. കൊള്ളാലോ. അല്ല ആരൊക്കെയാ പോണേ? അത് ചേച്ചി, എന്റെ ഒപ്പം 12th പഠിച്ചൊരു 6 പേരുണ്ട്. ഞങ്ങൾ 6 പേര് നാട്ടിലുണ്ടായിരുന്നില്ല, കോളേജൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിരുന്നു. ഇപ്പൊ നോക്കുമ്പോണ്ട് കറക്റ്റ് ടൈമിന് ഞങ്ങൾ 6 ആള് നാട്ടിലുണ്ട്. അപ്പൊ നമ്മളങ്ങ് പോവാന്ന് വെച്ചു. പിന്നെ നമ്മുടെ കുറച്ച് കോമൺ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ എല്ലാവരും ഒരു 10-14 പേര് കാണും. ഒന്നില്ലെങ്കിൽ ട്രാവലർ എടുക്കും, അല്ലെങ്കിൽ 2 കാറായിട്ട് പോകും. എന്താണെങ്കിലും വയനാട് നമ്മൾ പൊളിക്കില്ലേ? പിന്നെ ആ നിന്റെ പ്രായമുള്ളവരാന്നോ എല്ലാരും? പിന്നെ എന്റെ കൂടെ പഠിച്ചവർക്ക് അമ്മൂമ്മയുടെ പ്രായമാണല്ലോ. അല്ല, അവരുടെയൊക്കെ വീട്ടിൽ സമ്മതിച്ചോ? എല്ലാവരുടെയും വീട്ടിൽ സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോകുന്നു ഗൈസ്. ഞാൻ സമ്മതിക്കത്തില്ല. അവര് ടൂർ പറഞ്ഞിട്ട് അമ്മമ്മ എന്തിനാ സമ്മതിക്കുന്നേ? നീ പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല, സമ്മതിക്കത്തില്ല, സമ്മതിക്കത്തില്ല. 3 തരം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.